ദിവ്യ. ഞാൻ ദിവ്യയെ കുറിച്ച് ഇനി പ്രത്യേകിച്ച് ഒന്നും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. കാരണം നമ്മൾ പുത്തനങ്ങാടിയിലെ സുംബ ക്ലാസ്സിനെ കുറിച്ച് ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു. എന്നാൽ ഇപ്പൊ പുതിയൊരു സ്ഥലത്ത് ക്ലാസ് ഓപ്പൺ ആയിരിക്കാണ്. അതിനെക്കുറിച്ച് ദിവ്യ പറയും. റെഡി. എനിക്കിപ്പോ അവിടെ 4 ബാച്ചായി. ചേച്ചി വന്നു കഴിഞ്ഞിട്ട് വീണ്ടും ഒരു 3 ബാച്ചും കൂടെ ആഡ് ആയായിരുന്നു. ആ സമയത്താണ് ഇവിടെ അക്ഷയ സ്കൂൾ ഓഫ് മ്യൂസിക് ആൻഡ് ആർട്സിൽ നിന്ന് എനിക്ക് കോള് വരുന്നത്. ചേർത്തലയിൽ ഒത്തിരി തിരക്ക് ജോലിയിൽ പോകുന്നവരും ഒക്കെ ഉണ്ട്. അപ്പൊ ഒരു നൈറ്റ് ബാച്ച് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കൂടുതൽ അവർക്ക് പ്രയോജനമാകും എന്ന് 20-നടുത്തോളം സ്റ്റാർട്ട് ചെയ്ത് 2-3 ക്ലാസ്സേ ആയിട്ടുള്ളൂ. സ്റ്റുഡൻസ് ആയി. രാത്രിയിലാണ്, അതായത് നമ്മൾ ശനി ഞായർ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ രാത്രി 7:30 മുതൽ 8:30 വരെയാണ് ഇവിടെ സുംബ ക്ലാസ് നടക്കുന്നത്. അതുകൊണ്ടും കാരണം ലേഡീസിന് ഇപ്പം ശാരീരികവും അതിൻ്റെയോടൊപ്പം തന്നെ മാനസികമായിട്ടുള്ള, ഓൾറെഡി ഞാൻ സൈക്കോളജിസ്റ്റ് കൂടെ ആണല്ലോ, അപ്പം മാനസിക സന്തോഷവും കൂടെ വരണം എന്നുണ്ടെങ്കിൽ ഇത് രണ്ടും കൂടെ ഒന്നിച്ചെങ്ങനെ കൊണ്ടുപോകാം എന്നുള്ള ഒരു ഇതിലാണ് ഞാൻ ഈ സൂംബയിലേക്ക് തിരിഞ്ഞത്. ഇപ്പൊ എനിക്കൊരു 100-നടുത്തായി ഇപ്പൊ സ്റ്റുഡൻസ്. അതിൽ 100-ൽ ഒരു 80% എനിക്ക് ആഫ്റ്റർ 40 ആണ്. 40 കഴിഞ്ഞിട്ടുള്ള ഹൗസ് വൈഫുമാരും ജോലിയിലുള്ള ആൾക്കാരുമാണ് കൂടുതൽ. പിന്നെ റിട്ടയർ ആയിട്ടുള്ള ഒരുപാട് ലേഡീസ് ഉണ്ട്. കൂടുതലും അങ്ങനെ. കാരണം എല്ലാരും ഭയങ്കര എനിക്ക് ഏജ് ആയി, അതുകൊണ്ട് ഇനി എന്നെ കൊണ്ട് ഒന്നിനും വയ്യ, അല്ലെങ്കിൽ ജിമ്മിൽ പോകാൻ നാണമാണ്, അല്ലെങ്കിൽ എക്സർസൈസിന് പോയാൽ ആളുകൾ എന്ത് വിചാരിക്കും, അങ്ങനെയുള്ള ഭയങ്കര റിസർവ്ഡ് ചിന്താഗതിയായിരുന്നു. പക്ഷെ ഇവിടെ വന്ന് നമ്മുടെ ഒരു ക്ലാസ് കണ്ട് അതൊന്ന് ചെയ്തപ്പോ ഡാൻസ് അറിയാൻ പറ്റുന്നില്ല, എനിക്ക് ഡാൻസ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞു ഡാൻസ് ഒന്നും അറിയേണ്ട കാര്യമില്ല, ഇതൊരു വ്യായാമമാണ്, ശരീരം അനങ്ങിയാൽ മതിയെന്ന് പറഞ്ഞ് ജോയിൻ ചെയ്തവരാണ്. പക്ഷെ അവരൊക്കെ ഇപ്പം ശരിക്കും നല്ല രീതിയിൽ തന്നെ ഡാൻസ് ചെയ്യുന്നുണ്ട്, വ്യായാമവും ചെയ്യുന്നുണ്ട്. നമ്മൾ അതിന്റെ കൂട്ടത്തിൽ യോഗയും വർക്കൗട്ടും എല്ലാം കൂടെ മിക്സ് ചെയ്ത മെഡിറ്റേഷൻ എല്ലാം ചെയ്യുന്നുണ്ട്. ഒരു 1.5 hours എടുക്കും.